ബീങ് ജെനുവൻ ഇസ് സംടൈംസ് ഹാംഫുൾ ഫോർ എ ബിസിനസ്. ഇന്ന് രാവിലെ ആക്ച്വലി എനിക്കൊരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ പോയത് ഞാൻ ജെനുവനായിട്ട് അയാളോട് സംസാരിച്ചതുകൊണ്ടാണ്. കസ്റ്റമർ എന്നോട് ചോദിച്ചു 27th ഡെലിവറി വരുമോ കിട്ടുമോ എന്ന് ചോദിച്ചു. ബിക്കോസ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ഡെലിവറി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 24 hours ട്രാക്കിംഗ് ആണ്, അത് തന്നെ യൂസ് ചെയ്ത് ഞാൻ വിടാം. പക്ഷേ എന്നാലും ഇടയ്ക്ക് ബാങ്ക് ഹോളിഡേയും അതുപോലെ തന്നെ സൺഡേയും വരുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് 24 hours എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി കിട്ടുമെന്ന്. എന്നാലും ഞാൻ പറഞ്ഞു 90% ഓഫ് ദ ടൈം നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടാറുണ്ട്, പക്ഷേ 100% അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പോളിസിയിലും എഴുതിയിട്ടുണ്ട്, വി ഡോണ്ട് ഗ്യാരണ്ടി എനി ഡെലിവറി. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേറൊരു കസ്റ്റമർ എന്നോട് ഇതുപോലെ തന്നെ ചോദിച്ചു, ഇറ്റ് ഈസ് ബിറ്റ് ഡിസപ്പോയിൻറ്റിങ്. വി ഡോണ്ട് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എക്സാക്റ്റ് ഒരു ഡേറ്റിൽ നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഗ്യാരണ്ടീഡായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സെയിം ഡേ ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ചെയ്തിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ഡെലിവറി പാർട്ട്ണറുണ്ട്, ആ ഡെലിവറി പാർട്ട്ണറിൻ്റെ എന്താ പറയുക കാര്യത്തിലും അത് ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡെലിവറി ഇന്ന എക്സാക്റ്റ് ഒരു ഡേറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഒരു 100% ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് കസ്റ്റമേഴ്സ് ചിലരൊക്കെ നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങാതെ പോകാറുണ്ട്. പക്ഷേ അത് ഞാൻ ജെനുവനായിട്ട് പറയുന്നതാണ്, നമുക്കൊരു ഫാൾസ് പ്രോമിസ് കൊടുത്ത് അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ വി ഡോണ്ട് ഗ്യാരണ്ടി ഡെലിവറി ഡസൻ മീൻ ദാറ്റ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യില്ല, നമ്മൾ ഡെലിവറി ചെയ്യില്ല എന്നുള്ളതല്ല. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഡെലിവറീസ് മിസ്സായേക്കുന്നതിനെല്ലാം ഞാൻ റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് റോയൽ മെയിൽ എപ്പോഴൊക്കെയോ നമ്മളുടെ കയ്യിൽ നിന്ന് പാഴ്സൽസ് മിസ്സാക്കിയിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കും. പക്ഷേ ഒരു ഡിലേയോ അല്ലെങ്കിൽ ഇന്ന ദിവസം എക്സാക്റ്റ് ഡെലിവറി വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അത് ഓൺലി ബിക്കോസ് നമ്മളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. താങ്ക് യു ഓൾ.